ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളിന് ശേഷം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് വിഷു ആണ്. അപ്പോൾ വിഷുവിൻ്റെ ഒരു വ്ളോഗ് ഇങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ വലിയ വിഷു ആഘോഷമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊരു വിഷു ആഘോഷം നടത്തി. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചു. എന്നിട്ട് രാവിലെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എൻ്റെ കൃഷ്ണനെ ഞാൻ തന്നെ കണി കണ്ടു. കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ വർഷം നല്ല അടിപൊളിയാക്കി തരണേ എന്ന് പ്രത്യേകം കൃഷ്ണനോട് പറഞ്ഞു. എല്ലാം ഞാൻ ഏറ്റവും എന്നും പറഞ്ഞുകൊണ്ട് തലകുലുക്കി സമ്മതിച്ച മട്ടുണ്ട്. ഇനി കണ്ണനെ വിളിച്ചിട്ട് കാണിപ്പിക്കണം. ഇനി കണ്ണൻ വന്ന് കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് എന്തൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവനെ വന്നു നോക്കിയൊക്കെ നിന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ദേ സാറാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതെ ഉറക്കപ്പിച്ചുണ്ടേ. എന്തായാലും ഉറക്കപ്പിച്ചിൽ നോക്കി നിന്നു. പിന്നെ തൊട്ട് തൊഴുതു. അങ്ങനെ ഞങ്ങളുടെ വിഷുക്കണി കാഴ്ച ഗംഭീരമായിട്ട് അങ്ങനെ നടന്നു. പിന്നെ കുളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അന്നേരേക്കും കണ്ണൻ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ. രാവിലെ കുളിക്കാൻ ഇച്ചിരി മടിയൊക്കെ കാണിച്ചു, എന്നാലും 6:30 ആയതേ ഉള്ളൂ. തണുപ്പ് ചെറുതായിട്ടുണ്ടായിരുന്നു, എങ്കിലും കുളിച്ച് മിടുക്കനായിട്ട് വന്നിരിക്കുക. ഞാൻ രാവിലെ 4 മണിയായപ്പോൾ എണീറ്റ് ഫുഡിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. സദ്യയുടെ ഏകദേശം എല്ലാം തീർത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നാലും വലിയ പണിയൊന്നും എനിക്കില്ല. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ മാഞ്ഞക്കുളത്തപ്പനെ വീണ്ടും കാണാൻ വേണ്ടി വന്നേക്കുവാണ്. എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും മാഞ്ഞക്കുളത്ത് വന്നേക്കുന്നതിൻ്റെ വീഡിയോസ് തന്നെയുള്ളൂ. കാരണം ഞാനും മാഞ്ഞക്കുളത്തപ്പനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പുള്ളിക്കാരനെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ എന്ത് വിശേഷ ദിവസം വന്നാലും അല്ലെങ്കിൽ മാസത്തിൽ ഇടയ്ക്കിടയ്ക്കും പിന്നെ എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാലും ഓടി ഓടി ഞാൻ ഇങ്ങോട്ട് വരും. എൻ്റെ സങ്കടങ്ങൾക്കുള്ള മരുന്നാണ് എൻ്റെ മാഞ്ഞക്കുളത്തപ്പൻ. അങ്ങനെ എൻ്റെ മാഞ്ഞക്കുളത്തപ്പൻ്റെ വിഷുക്കണി ഞാൻ കണ്ടു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ പൂജ നടക്കുമായിരുന്നു, അതും തൊഴാൻ പറ്റി. വിഷുക്കണിയും കണ്ടു. ഞാൻ ചെറിയൊരു കൈനീട്ടം എൻ്റെ കണ്ണന് കൊടുത്തു. വിഷുവൊക്കെ ആയിട്ട് വീണ്ടും പരിഭവത്തിൻ്റെയും പരാതിയുടെയും കെട്ടഴിച്ച് വിടാനാണോ പരിപാടിയെന്ന് പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈ പരിഭവമൊന്നും പറയുന്നില്ല, പക്ഷെ അത്യാവശ്യമായിട്ട് ശരിയാക്കി തരേണ്ട 1-2 കാര്യങ്ങളുണ്ട്, അതൊന്ന് സെറ്റാക്കി തരണമെന്ന് മാത്രം പറഞ്ഞു. ഈ തിരിച്ച് വിഷു കൈനീട്ടം ഒന്നും തരുന്നില്ലേന്ന് ചോദിക്കും മുമ്പേ എനിക്കും കിട്ടി കേട്ടോ. കണ്ണൻ്റെ വകയായിട്ട് എനിക്ക് മാത്രമല്ല അവിടെ വന്ന് എല്ലാവർക്കും കിട്ടി കണ്ണൻ്റെ വകയായിട്ടുള്ള വിഷു കൈനീട്ടം. എനിക്ക് ആരൊക്കെ എത്ര രൂപ തന്നാലും ഈ കിട്ടി 1 രൂപേനോളം വരില്ല അതൊന്നും. അങ്ങനെ കൈനീട്ടവും കിട്ടി, വിഷുക്കണിയും കണ്ട് മാഞ്ഞക്കുളത്തപ്പനോട് പിന്നെ ഒരിക്കൽ വരാമെന്നും പറഞ്ഞ് ടാറ്റായും പറഞ്ഞ് ഞങ്ങളിതേ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. വീട്ടിൽ ചെന്നാലും സദ്യയൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്, ഇനി കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞങ്ങൾ ഒരു 10, 10:30, 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സദ്യ കഴിച്ചു കേട്ടോ. കാരണം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോരണം. അപ്പം നേരത്തെ കഴിച്ചാൽ നേരത്തെ പോരാലോ, അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ നേരത്തെ സദ്യയൊക്കെ കഴിച്ചു. അതുമാത്രമല്ല ഏട്ടന് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കണ്ണനാണെങ്കിൽ സദ്യയൊന്നും കഴിച്ചില്ല. പിന്നെ സാമ്പാറിൽ ഉരുളക്കിഴങ്ങും എന്തൊക്കെയോ കഴിച്ചു. പിന്നെ അവൻ്റെ പാത്രത്തിൽ തന്നെ ബാക്കി ബാലൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒക്കെ കുഴച്ച് ഭയങ്കരമാക്കി വെച്ചേക്കുമായിരുന്നു. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളതെടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് എല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഷടപടേന്ന് ചെയ്ത് തീർത്ത് പെട്ടെന്ന് ഞാൻ റെഡിയായിട്ട് ഇറങ്ങി. പകുതി വഴി വരെ ഏട്ടൻ കൊണ്ടുവിടും, അതിനുശേഷം പിന്നെ ബസ്സിൽ പോകണം. അതും കഴിഞ്ഞ് ബസ് ഇറങ്ങിയിട്ട് പിന്നെ അനിയൻ വരുന്നുണ്ട്, അവൻ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി വീട്ടിലേക്ക് പോവാം കേട്ടോ. വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞാൽ കാണാൻ ഭയങ്കര സന്തോഷം, എല്ലാവരും കൂടെ ഉള്ളത്. വീട്ടിൽ പിന്നെ അനിയനും ആങ്ങളമാരും അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ട് ചെന്നാൽ പിന്നെ തിരിച്ചു പോരുന്ന കാര്യം ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര കഷ്ടമെന്നല്ല, ഭയങ്കര കരച്ചിലുമാണ്. അതിൻ്റെ ഇടയ്ക്ക് അനിയനെ വെയിറ്റ് നിന്നപ്പോൾ ഒരു മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതാണ് വായിലിട്ട് ചവച്ചിട്ട് ഒരു വായിൽ ഒട്ടി പിടിക്കുന്ന മുട്ടായി ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി വിഷു ആഘോഷം നടത്താൻ. അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ. അങ്ങനെ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നേക്കുവാണ്. ഇനി ഇവിടുത്തെ ആഘോഷവും മേളമൊക്കെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ സ്ഥലം വിടണം. നാളെ കണ്ണനെ അംഗനവാടി വിടാനുള്ളത്. നാളെ വിടുമോയെന്ന് അറിയത്തില്ല, വിടാൻ സമയം കിട്ടിയില്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വിടണം. വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു വല്യമ്മച്ചിയെ കാണാൻ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ വല്യമ്മച്ചിയെ കാണാൻ പോകുന്ന വഴിക്ക് എനിക്കൊരു അപ്പന്താടി കിട്ടി. ഞാൻ ആൻറ്റിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആൻറ്റിയുടെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാനും അനിയത്തിയും കണ്ണനും അമ്മയും എല്ലാവരും കൂടെ വല്യമ്മച്ചിയുടെ അടുത്തോട്ട് പോവുക. വല്യമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പം അച്ഛന് കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആൻറ്റിയുടെ വീട്ടിലോട്ടാക്കി. അടുത്ത ദിവസം വരും, പക്ഷേ വിഷുവിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മേനെ അങ്ങോട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. ഈ കാടും പടലമൊക്കെ കണ്ടിട്ട് ആരും ഇത് കാടാണെന്ന് വിചാരിക്കരുത്. കാടെന്നൊന്നും അല്ല കേട്ടോ, ഇതൊരു കുറ്റിക്കാടാണ്. വഴിയുണ്ട് ഇടയ്ക്കൂടെ.
കൊടും ചൂടിലും ഇതുപോലെയുള്ള വഴിയിൽ കൂടി നടക്കുമ്പം ചെറിയൊരു ആശ്വാസം തോന്നും കേട്ടോ. ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴാണ് പഴയ നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓരോ പണ്ട് ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വരും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വഴി. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി കഴിയുമ്പം ആൻറ്റിയുടെ വീടെത്തും. 2 ആൻറ്റിമാർ അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ 2 പേരുടെയും വീട്ടിൽ കയറണം. അങ്ങനെ വഴിയിലൂടെ പോകുമ്പോഴാട്ടോ പഴയ കാട്ടുചെടിയൊക്കെ കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കൂവേന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതാട്ടോ ഞാനിപ്പോൾ ഈ പറിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ സംഭവമല്ല, ഈ കൂവയുടെ ഇലയുണ്ട്. അതിങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുമ്പോൾ അതൊരു പീപ്പി പോലെ കിട്ടും. അതിങ്ങനെ ഊരിയെടുത്തിട്ട് ഇങ്ങനെ ഊതിക്കഴിയുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും കേട്ടോ. കണ്ണൻ ആദ്യമായിട്ട് ഇങ്ങനൊരു സാധനം കാണുന്നത്. അവന് കടയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെയായിരുന്നു ഓലപ്പന്ത്, ഇതുപോലത്തെ ഓലപ്പീപ്പികൾ, പിന്നെ ഈ കൂവ കൊണ്ടുള്ളത്. പണ്ടും ഇങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാട്ടിലെ ചെടികളൊക്കെ പറിക്കും. ഇതൊക്കെ കാട്ടുപൂവൊക്കെ ആട്ടോ. ഇതാണ് ആ ഓലപ്പീപ്പി. ഓലപ്പീപ്പി അല്ല, സോറി, കൂവയുടെ പീപ്പി. കണ്ണൻ അത് കിട്ടിയപ്പോൾ അതും കൊണ്ട് ഊതിക്കൊണ്ട് അങ്ങനെ നടക്കും. നല്ല സൗണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പഴയ ഒരു നൊസ്റ്റ് ഫീല്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഓലപ്പീപ്പിയൊക്കെ ഊതി വെല്ലുമിച്ചിട്ട് അടുത്തെത്തി. ഇതാട്ടോ ഞങ്ങളുടെ വെല്ലുമിച്ചിക്ക് 105 വയസ്സുണ്ട്. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു, ഇച്ചിരി വിഷുക്കൈ നീട്ടമൊക്കെ കൊടുത്തു. വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വീട്ടിൽ ചെന്ന് വീട്ടിലത്തെ വീണ്ടും ഒരു ചെറിയ സദ്യയൊക്കെ കഴിക്കണം. പിന്നെ ഒന്ന് കിടന്ന് മയങ്ങണം. നാളെ രാവിലെ ഏട്ടൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.